ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 93 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 61.21% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് അസമിലാണ്, 75.01%. വോട്ടിംഗ് ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ്, 54.09%. മൂന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ലഭ്യമായ കണക്ക് പ്രകാരം ഗുജറാത്തിൽ 56.61%, കർണാടകയിൽ 67.22%, ഉത്തർപ്രദേശിൽ 57.26%, മധ്യപ്രദേശിൽ 63.03%, ഛത്തീസ്ഗഡിൽ 66.99%, ബീഹാറിൽ 56.55% പേർ വോട്ട് ചെയ്തു. പശ്ചിമബംഗാളിൽ 73.93%, ഗോവയിൽ 74.27%, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിൽ 65.23% പോളിംഗ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 1-നാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. കർണാടകയിലെ ബിജെപിയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിച്ച അധിക്ഷേപപരമായ പോസ്റ്റ് അടിയന്തരമായി നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന്റെ നോഡൽ ഓഫീസർക്ക് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കത്തയച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 20 വരെ നീട്ടി. ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിച്ചേക്കും. ഈ കഴിഞ്ഞ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവുമാണ് പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്കാണ് ഇതിനകം വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ഇതിലൊരാൾ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ താപനില 39°C വരെയും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38°C വരെയും ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 3-ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലത്തോടൊപ്പം THSLC, AHSLC ഫലവും പ്രസിദ്ധീകരിക്കും. result.kerala.gov.in ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഔദ്യോഗിക സൈറ്റുകളിലും PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. പശ്ചിമ ബംഗാളിൽ സ്കൂൾ സർവീസ് കമ്മീഷൻ അധ്യാപക നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചു. 2016-ൽ നടന്ന നിയമനങ്ങൾ റദ്ദാക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 25,000-ലധികം പേർക്കാണ് ജോലി നഷ്ടമായത്. ഉത്തരാഖണ്ഡിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ ഊർജിതം. കാട്ടുതീ നാശം വിതച്ച ഓരോ ജില്ലയ്ക്കും 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.